ഹേ ഗായ്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മോർണിംഗ് വ്ളോഗാണ്. മീൻസ് സ്കൂളിലുള്ളൊരു മോർണിംഗ് ആണ്. പോലെ സ്കൂൾ വിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫായിട്ട് ഷൂട്ട് ചെയ്യുന്നതിന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഈ ദിവസം മൊത്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 5:15 ആയപ്പോൾ എണീച്ചു. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേനും കുറച്ച് നേരം വൈകി. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിട്ടു. ഇന്നെൻ്റെ സ്കൂളിൽ ലഹരി വിരുദ്ധത്തിൻ്റെ പറ്റിയ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിനോട് തന്നെ ഈ SPCൻ്റെ PT യൂണിഫോം ഇടണ്ടേ. അപ്പം ഞാനിപ്പോൾ അത് അയൺ ചെയ്ത് വെച്ചു. അപ്പം ഇത് കഴിഞ്ഞ് എനിക്ക് പഠിക്കാനിരുന്ന പിന്നെ എണീച്ച് വരണ്ടല്ലോ ഇത് അയൺ ചെയ്യാൻ. അങ്ങനെ പിന്നെ അതൊക്കെ അയൺ ചെയ്തതിന് ശേഷം ഞാനൊരു കോഫി പോയി ഉണ്ടാക്കി. ആൻഡ് ഇതാട്ടോ കോഫി. ഇതിലുണ്ട് സാധനം. ഈ കപ്പ് ഓൾറെഡി വലുതാണ്, അപ്പോൾ ഞാൻ ഒരു ഹാഫ് എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളും ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ച്. അപ്പം ഇനി വൈകാതെ എൻ്റെ സ്കൂളും മന്ത്ലി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ അതിൻ്റെ ടൈം ടേബിളൊക്കെ ഈ സ്റ്റിക്കി നോട്ടിലേക്ക് എഴുതി വാള് സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബോക്സസും വരച്ചു, ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. പക്ഷേ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് ഞാനിപ്പം കഴിഞ്ഞ ദിവസം കണ്ടു എടുത്ത വീഡിയോ. അപ്പം ഇന്നായപ്പോഴത്തേനും ഞങ്ങൾ ഈ എക്സാം ശരിക്കും സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പം ഫുട്ബോളിൻ്റെ എല്ലാ സ്കൂളും ഫിഫേൻ്റെ ഇത് നടക്കുന്നുണ്ടല്ലോ, ഫാൻ ഷോ. അപ്പം അതുപോലെ ഞങ്ങളെ സ്കൂളിലെയും ഫാൻ ഷോ സാറ്റർഡേക്ക് ആക്കിയോണ്ട് എക്സാം ഡേറ്റൊക്കെ മാറ്റി, സാറ്റർഡേ മാറ്റി മൺഡേ തുടങ്ങണ പോലെ ആക്കി. അപ്പം ഞാനിപ്പം കഷ്ടപ്പെട്ടിട്ട് ടൈം ടേബിൾ എഴുതിയതൊക്കെ വെറുതെ വേസ്റ്റ് ആയിനി. എന്നാലും ഞാൻ വെറുതെ എഴുതി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് എത്ര ദിവസം ലീവ് ഉണ്ട് എന്നൊക്കെ നോക്കി ഞാൻ ഏതൊക്കെ ദിവസം പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ ഇത് ഒട്ടിച്ച് വെച്ചു. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് വാളിൽ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഈ സ്റ്റിക്കി നോട്ടിൽ അധികം ഇതില്ല, ഗ്ലൂ ഇല്ലാത്ത പോലെ. കുറച്ച് നേരം അവിടെ നിൽക്കും, പിന്നെ അതിങ്ങനെ പറഞ്ഞു വരുന്ന പോലെ ആവുക. അങ്ങനെ പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടിയിരുന്നു. അങ്ങനെ പിന്നെ സ്വാഭാവികമായിട്ട് കുറച്ച് നേരം ഫോൺ സ്ക്രോൾ ചെയ്തിരുന്നു. ഞാൻ ടൈമറൊക്കെ വെച്ചിട്ട് ഞാനിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുകയാണ്. ഇപ്പം ഞാൻ കാണുന്നത് എക്സാമിൻ്റെ സൈലേജ് ബോട്ടൊന്നുമല്ല കേട്ടോ. ഞാനിത് വേറൊരു ക്ലാസ് റൂം ബൈ ശരണ്യ എന്ന് പറഞ്ഞ ചേച്ചി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ക്ലാസ്സാണ് ഇട്ടാക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിക്കി നോട്ടായിരുന്നു പറഞ്ഞു തരിക. അപ്പം ഞാൻ എല്ലാ സ്റ്റിക്കി നോട്ടിലും അങ്ങനെ ഗ്ലൂ ഇല്ലാത്തതാണോ അല്ലെങ്കിൽ അതിൽ മാത്രം എൻ്റെ കൈ ഇങ്ങനെ ടച്ചായി ഗ്ലൂ പോയതാണോ നോക്കിയതായിരുന്നു. പക്ഷേ എല്ലാത്തിലും അങ്ങനെ അധികം ഗ്ലൂ ഇല്ലാത്തതാണ്. അങ്ങനെ പിന്നെ ഈ ക്ലാസ്സൊക്കെ കണ്ടാണ്ട് എനിക്കധികം നേരം കിട്ടിയില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് SPCൻ്റെ യൂണിഫോം മാറ്റണം. അപ്പോൾ ഇന്ന് 9:10 ആകുമ്പം 9:10 മുമ്പ് സ്കൂളിലെത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സാധാരണ 8:55 ബസ്സിന് പോകല്. പക്ഷേ ബസ് ഇറങ്ങിയിട്ടും കുറച്ച് നേരം സ്കൂൾക്ക് നടക്കാനാകുമ്പം 9:15 കഴിയാറുണ്ട്. അപ്പോൾ ഇന്ന് 8:00 ബസ്സിന് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം പഠിച്ചുള്ളൂ. അങ്ങനെ പിന്നെ ഞാനൊരു 7:15 ആയപ്പം പഠിത്തം നിർത്തി. ദെൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ഉപ്പുമാവ് വേണ്ടിയിനി. അങ്ങനെ ഉപ്പുമാവും മീൻകറിയും മീൻകറിയായിരുന്നു കഴിക്കാൻ. പിന്നെ ഞാൻ യൂട്യൂബിലൊരു വ്ളോഗൊക്കെ കണ്ട് അത് കഴിച്ചു. അതിന് ശേഷം ഞാൻ മുറ്റത്തൂടെ ഒക്കെ നടന്നിനി. രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു. നല്ല മഴയല്ല, ഒന്നിങ്ങനെ തൂളുക. പിന്നെ മുറ്റത്തൂടെ ഇറങ്ങിയപ്പം ഈ ഭാഗത്ത് ആണ് ചെടിയുള്ളത്. അപ്പം നല്ല ഭയങ്കര സൺകിസ് പോലെ ഇതിലൊക്കെ നിൽക്കുന്നത് കണ്ടപ്പം എനിക്ക് അത് നല്ല രസം പോലെ തോന്നിയപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇത് നമ്മളെ വീടിൻ്റെ ബേക്കിൽ തന്നെയുള്ള ഒരു വലിയൊരു പാറയാണ്. ചാമ്പക്ക മരത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ ചാമ്പക്ക ഉണ്ട്, പക്ഷെ ആരും തിന്നില്ല. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും പുഴുക. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ മാറ്റി, SPC യൂണിഫോമൊക്കെ ഇട്ട്. പിന്നെ ഇനി അടുത്തുള്ള ചടങ്ങാണ് ഈ ഷോക്സ് കെട്ടൽ, ഷൂ ഇട്ടൽ, ലേസൊക്കെ കെട്ടൽ. അങ്ങനെ ഞാൻ ലേസ് ഓൾറെഡി ഈ ഷൂവിൽ അറ്റാച്ച്ഡ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴുകാൻ വേണ്ടി ഊരി വെച്ചു. അങ്ങനെ പിന്നെ ലേസൊക്കെ ഞാൻ രണ്ടിലും കുടുക്കി കൊടുത്തു. ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാനിപ്പം സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ സ്കൂളിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേനും 4 മണിയൊക്കെ കഴിഞ്ഞു. നല്ല മടുത്തേനി. കാരണം ഇന്ന് ഒരു 1-2 മണിക്കൂർ ആ വെയിലത്തൂടെ നടക്കേനി. ഒരു സ്റ്റാൻഡിൽ പോയിട്ട് റോഡിലൂടെ റാലി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ മടുത്തപ്പോൾ ഉറങ്ങി. പിന്നെ ഒരു 5:30 ഒക്കെ ആയപ്പോൾ എണീച്ചേ. അങ്ങനെ ഞാൻ പോയി അപ്പോൾ തന്നെ കുളിച്ചു. ദെൻ ഇവിടെ കഴിക്കാൻ ചായക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറിയ പഴമില്ലേ, അതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് എഗ്ഗും അതുപോലെ അരിപ്പൊടിയും വീറ്റ് പൗഡറും പഞ്ചസാരയും ബേക്കിംഗ് സോഡയും എന്തൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ മിക്സാക്കി എടുത്തു. ബാറ്റർ ഉണ്ടാക്കി പിന്നെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഫ്രൈ അല്ല കേട്ടോ, പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്തു.
എന്തായാലും നമ്മളെ പാൻ കേക്കും ഒക്കെ അവിടെ റെഡിയായി. അങ്ങനെ പിന്നെ ഞാനത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്തില്ല, കാരണം നല്ല ക്ഷീണമുണ്ട്. ഇനി ഞാൻ വേഗം കിടന്നുറങ്ങി. പിന്നെ ഒന്ന് പഠിക്കാനൊന്നും നിന്നില്ല. ഞാൻ ബെഡും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിനി കുറേ സ്റ്റഡി വ്ളോഗ്, അതുപോലെ പ്രൊഡക്റ്റ് ഡേയ്സ്, അങ്ങനത്തെ വ്ളോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഓക്കെ, ബൈ.